നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആഴിമലയിലാണുള്ളത്. ആഴിമലയിലെ മനോഹരമായ ശിവക്ഷേത്രവും അതിൻ്റെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബീച്ച് സൈഡിൽ വളരെ മനോഹരമായ വലിയൊരു ശിവൻ്റെ പ്രതിമയാണ്. ഇത് കാണാൻ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ കടൽ തീരത്ത് നിൽക്കുന്ന ഈ ഒരു ശിവ പ്രതിമയുടെ വലിപ്പം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബീച്ച് മനോഹരമായ ബീച്ചാണ്. അപ്പോൾ ഞാൻ രാവിലെയും വന്നിട്ടുണ്ട്, ഈവനിങ് വന്നിട്ടുണ്ട്. ഈവനിങ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികളും ഫാമിലിയൊക്കെ വന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈവനിങ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനോഹരമായ സൺസെറ്റൊക്കെ കണ്ട് മനോഹരമായ ഒരു ഈവനിങ് ആസ്വദിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് ഫാമിലീസ് നമുക്ക് കാണാം ഇവിടെ വരുമ്പോൾ ഈ ശിവൻ്റെ പ്രതിമയുടെ മുന്നിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നു. ഫാമിലിയായിട്ടൊക്കെ വളരെ കുട്ടികളുമായിട്ട് ഫാമിലിയായിട്ടും ബന്ധുക്കളുമായിട്ടൊക്കെ ഒരുപാട് ആളുകളാണ് പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ, ആഴിമലയിൽ വന്നിട്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു ക്ഷേത്രവും ഈ പറയുന്ന ഇവിടുത്തെ ബീച്ചും മനോഹരമായ ബീച്ചും ഒക്കെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിൽക്കുമ്പം നമുക്ക് കിട്ടുന്നത്. പ്രകൃതിയും ഭക്തിയും എല്ലാം ലയിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ പ്രത്യേകിച്ചും ആഴിമലയിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത്ര മനോഹരമാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഇപ്പോൾ രാവിലെ വന്നാൽ രാവിലെ വരുമ്പോഴും അതോടൊപ്പം തന്നെ ഓരോ സൈഡിൽ നിന്ന് ഈ വലിയ പ്രതിമയിലേക്ക് അല്ലെങ്കിൽ പ്രകാശം ചൊരിയുമ്പോൾ ഇതിന് ഓരോ സമയത്തും ഓരോ ബ്യൂട്ടിയായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ദേവദത്തൻ എന്ന് പറഞ്ഞ ശില്പിയൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തൊരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓരോ തവണ വരുമ്പോഴും ഇവിടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇതിന് അടിയിലൊക്കെ കുറേ സംവിധാനങ്ങളൊക്കെ വരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.